നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ജനകീയ കൂട്ടായ്മയുടെ വിജയത്തിന്റെ വിളംബരമായി തിരൂർ മംഗലത്ത് കരിമീൻ കൃഷി വിളവെടുപ്പ്. പിടയ്ക്കുന്ന കരിമീൻ വാങ്ങാൻ ആളുകൾ ഒഴുകിയെത്തിയതോടെ മംഗലം തിരുത്തുമ്മിലിലെ വിളവെടുപ്പ് നാടിനും നാട്ടുകാർക്കും ഉത്സവമായി. വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാഭകരമായി ഇത്തവണ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർഷകരൊക്കെ തന്നെ വളരെ ആവേശത്തിൽ ഇവിടെ ഉണ്ട്. പ്രത്യേക യൂണിഫോമൊക്കെ അണിഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഈ പുഴ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ മുമ്പ് അവിടെ മത്സ്യം വളർത്തി പിടിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ടൗണിലെ മാലിന്യം വലിയ രീതിയിൽ ഞങ്ങൾ ആ പ്രദേശത്തൊക്കെ വന്നതിന് ശേഷം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി. വെള്ളത്തിലിറങ്ങിയാൽ ഈ തൊലിക്കൊക്കെ റിയാക്ഷൻ വരികയും നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ആ മത്സ്യം അത്ര ശുദ്ധമുള്ളതല്ല. ആ ചെളിവെള്ളത്തിൽ വളർന്നാണ് എല്ലാ വേസ്റ്റും അതിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇപ്പോൾ മത്സ്യബന്ധനം ഇല്ല ഈ പുഴയിൽ. അപ്പോൾ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ആ പ്രദേശങ്ങൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ചെറുപ്പകാലത്തൊക്കെ മീൻ പിടിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം മീനൊന്നും പിടിക്കാൻ കിട്ടാതെ, അതുകൊണ്ടാണ് ഞാൻ ആ മീനൊന്ന് പിടിച്ചു നോക്കിയത്. കുറേ കാലത്തിന് ശേഷം ഒരു മീനിനെ പിടിച്ചതാണ്. അപ്പോൾ ഇതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായത്. ഈ തിരുത്തമ്മല കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇതിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. വലിയൊരു ഐക്യമാണ് അവർക്കുണ്ടായത്. അവരൊന്നിച്ചാണ് ഇത് വളർത്തുന്നത്. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർക്ക് എല്ലാ വീടുകാർക്കും ഒരു തൊഴിലായി, ആവശ്യത്തിനുള്ള കാര്യങ്ങളായി, അതോടൊപ്പം തന്നെ പരസ്പരം എപ്പോഴും സംസാരിക്കാനും പുഴവക്കിലിരിക്കാനും ആ സൗഹൃദം പുതുക്കാനും അതൊരു വലിയ കാര്യം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ തിരൂർ പൊന്നാനിപ്പുഴയുടെ കൈത്തോടായ കറുകത്തോടിൽ 45 കുടുംബങ്ങൾ ചേർന്നാണ് കരിമീൻ കൃഷി ഇറക്കിയത്. 3 ഹെക്ടറിൽ 30,000 കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചായിരുന്നു കൃഷി. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ KT ജലീൽ MLA അധ്യക്ഷത വഹിച്ചു. ജാതി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളുടെയും അധ്വാനത്തിന്റെ ഒരു പങ്ക് ഓരോ മത്സ്യത്തിലും ഉണ്ടാകും. അത് സ്നേഹത്തിന്റെ ഒരു നമ്മളുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെയാകും. അതുകൊണ്ടാണ് ഇതെല്ലാവരും വാങ്ങി ഈ സംരംഭം വിജയിപ്പിക്കണം. നമുക്കിത് തുടർന്നു കൊണ്ടുപോകണം. ഈ സംവിധാനം നിലനിർത്തി വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സ്യങ്ങൾ വളർത്തി നമ്മളുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ കൂടി ഇതിനെ നമുക്ക് ഭാവിയിലും തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടതെല്ലാം നാട്ടുകാർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തരിശായി കിടക്കുന്ന പൊതുജലാശയങ്ങൾ ഉപയോഗപ്പെടുത്തി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോട്ടിൽ കരിമീൻ കൃഷി ആരംഭിച്ചത്. ഇതിലൂടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കൂട്ടായ്മയാണ് മംഗലത്ത് പിറന്നത്. കറുകത്തോടിന്റെ മത്സ്യകൃഷി സാധ്യത അധികൃതർ തിരിച്ചറിയുകയും അത് നാട് ഏറ്റെടുക്കുകയും ചെയ്തതോടെ പദ്ധതി വൻ വിജയമായി മാറുകയായിരുന്നു. മത്സ്യം വാങ്ങാനും കാണാനും ആളുകൾ ഒഴുകിയെത്തിയതോടെ വിളവെടുപ്പ് നാടിന് നവ്യാനുഭവമായി. തിരുത്തുമ്മലുണ്ട്, അവിടെ ഷോപ്പിലാണ് റൂട്ടാണ്. തിരുത്തുമ്മൽ ഉദ്ഘാടനം. അപ്പം മീൻ കലങ്ങിയപ്പോൾ കണ്ട മീൻ കിട്ടുന്നത്.
പ്രവൃത്തികാരാണ്. ഇത് വേണ്ടിണ്ടായിരുന്നില്ല, മറ്റേ അങ്ങനെ സ്ഥലമില്ല. വലിയ വിലയുണ്ട്. 70 വയസ്സുകാരൻ മുതൽ മംഗലത്തെ കൂട്ടായ്മയിൽ അംഗമാണ്. തോട്ടിൽ പ്രത്യേക കൂട് സ്ഥാപിച്ച് അതിലാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. 6 മാസമായി ഊണും ഉറക്കവുമില്ലാതെ നടത്തിയ മത്സ്യകൃഷി വൻ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് കർഷകർ. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, വൈസ് പ്രസിഡന്റ് K പാത്തുമ്മക്കുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷൻ KT റാഫി മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ രാജീവ്, സലീം പാഷ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ബാബു, എക്സ്റ്റൻഷൻ ഓഫീസർ F ഷിജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് അഖിലേഷ്, സെക്രട്ടറി ശ്രീനിവാസൻ, ട്രഷറർ മാധവൻ, പ്രവർത്തകരായ അഷഫ്, കിഷോർ, സുബ്രഹ്മണ്യൻ, ഗോപാലൻ, ഗിരീഷ്, ആനന്ദൻ, അബൂബക്കർ, രാഘവൻ, അജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എഡിറ്റർ ലൈവ്, മംഗലം.